ഇത് എത്ര നാളായി, ഇതെന്താ എനിക്ക് മറന്നു പറയാൻ പറ്റാത്തേ? ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി അതൊരു അബ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അസോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയലൻസ് വിറ്റ്നസ് ചെയ്തായിരിക്കും. എന്ത് എക്സാമ്പിൾ ആണെങ്കിലും നിങ്ങൾ അത് എപ്പോഴെങ്കിലും വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു മെമ്മറി മാത്രമല്ല, അത് നിങ്ങളുടെ ബ്രെയിനിലും നെർവസ് സിസ്റ്റത്തിലും നിങ്ങളുടെ ബോഡിയിലും തന്നെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒരു സിമിലർ ആയിട്ടുള്ള ഇൻസിഡന്റ് രണ്ടാളുടെ ലൈഫിൽ നടന്നാലും അത് രണ്ടാൾക്ക് ട്രോമാറ്റിക് ആയിട്ട് അഫക്റ്റ് ആവണമെന്നില്ല. അതിന് കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം. മേ ബി അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി കാണും, പക്ഷെ വേറൊരാൾക്ക് അത് ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എക്സാമിന് പൊട്ടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയൊക്കെ വരും. പക്ഷെ നമ്മൾ പൊട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ അത് സാരില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ തുടങ്ങും. അപ്പോൾ അത്രയും പേടി വരത്തില്ല. അപ്പൊ മെയിൻലി നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വരുന്ന 3 ചേഞ്ചസ് ആണ്. ഈ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബ്രെയിനിലും നെർവസ് സിസ്റ്റത്തിലും ഒക്കെ ഉണ്ടായാലും ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. യൂഷ്വലി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയാറ്, പക്ഷെ ഈ വീഡിയോയ്ക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. പകരം നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ള ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക. ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തോട്ടെ. അപ്പൊ ശരി, വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ എന്തെങ്കിലും ഡേഞ്ചറസ് അല്ലെങ്കിൽ ത്രെറ്റനിങ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലോട്ട് ആക്ടിവേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് പഠിച്ച് നമ്മൾ ഞെട്ടൂലേ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ബ്രീത്തിങ്, ഡൈജഷൻ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സംഭവമാണ്. ഇതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അതിന് 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും ഒന്ന് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ ആക്ടിവേറ്റ് ആവുന്നത്. പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടി റിലാക്സ് സ്റ്റേറ്റിൽ നമ്മുടെ നോർമൽ ഡൈജഷനും നമ്മുടെ നോർമൽ റെസ്പിറേഷനും ഒക്കെ ആ സമയത്താണ് നടക്കുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ കിടക്കുമ്പോൾ പെട്ടെന്ന് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ ഭയങ്കര അലേർട്ട് ആയിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നത്. ഐദർ നമ്മൾ ഫൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാനായിട്ട്. ഇതിനു വേണ്ടി നമ്മുടെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യും, നമ്മുടെ ബ്രീത്തിങ് ഒന്ന് ഷോർട്ടൻ ആക്കും, നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് ടെൻസ്ഡ് ആക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ എനർജി കൺസേർവ് ചെയ്തിട്ട് നമ്മൾ ബോഡി നമ്മളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. ബട്ട് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെയിൻ ഒരു നോർമൽ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എത്തേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവേണ്ടതാണ്. പക്ഷെ ആ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു PTSD ഉള്ള സമയത്ത് എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു എബിലിറ്റി ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോ സേഫ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു എബിലിറ്റിക്ക് ഇമ്പാക്ട്മെന്റ് ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ സ്റ്റിൽ വിചാരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും ഡേഞ്ചർ ആണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു സ്ട്രെസ്ഫുൾ മോഡ് അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഫ്രീസ് റെസ്പോൺസിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. എങ്ങാനും നേരത്തെ നടന്ന പോലെ ഇപ്പൊ വീണ്ടും സംഭവിച്ചാലോ, അങ്ങനെ വിചാരിച്ച് നമ്മുടെ ബ്രെയിൻ അലേർട്ടായിട്ടിരിക്കുകയാണ്, ഹൈപ്പർ അലേർട്ടായിട്ടിരിക്കുകയാണ്. വെറുതെ അലേർട്ടല്ല, ഹൈപ്പർ ആയിട്ട് അലേർട്ടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ചെറിയ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടണത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് തൊടുമ്പോൾ തന്നെ ഒന്ന് പെട്ടെന്ന് ആ ഒരു പെട്ടെന്ന് അത് അലേർട്ടാണ്. വേറൊരാൾ ആ ഒച്ച കേൾക്കുമ്പോൾ ഞെട്ടണമെന്നില്ല, പക്ഷെ അവർ ആ ഒച്ച കേൾക്കുമ്പോൾ ഞെട്ടുകയാണ്. അങ്ങനെ അവർ എപ്പോഴും അവരുടെ ബ്രെയിൻ ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ. അങ്ങനെ ഹൈപ്പർ അലേർട്ടായിട്ട്, ലൈക്ക് അവർ തിരിച്ച പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല, ഇപ്പോഴും ആ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഹൈപ്പർ അലേർട്ടായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ട്രോമ റെസ്പോൺസിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ആൾക്കാർ മെയിൻലി ഫേസ് ചെയ്യുന്ന 4 സിംറ്റംസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, പെയിൻഫുൾ തോട്ട്സ്. എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായിട്ടുള്ള മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷ് ബാക്സ് പോലെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പണ്ട് നടന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് വീണ്ടും ഫ്ലാഷ് ബാക്സ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു മെമ്മറി ലോസ് ഉണ്ടാവാം, ലൈക്ക് എന്താ നടന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ നമുക്ക് ട്രിഗറിങ് പോയിന്റ്സ് ഉണ്ടാവുന്നു. അങ്ങനെ ലൈക്ക് എന്തോ ഒരു സംഭവം നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഞെട്ടണേന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അടുത്തതായിട്ടുള്ളതാണ് ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ്. മേ ബി ഹെൽപ്ലെസ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൻസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരണതായിരിക്കാം.
എന്ത് ഇമോഷൻസ് ആണെങ്കിലും ഇന്റൻസ് ആയിട്ട് വരുവാണ്. അല്ലെങ്കിൽ ഒരു നംനെസ്, എന്താന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു നംനെസ് ഉള്ള സംഭവം. പിന്നെ ഉണ്ടാവുന്നതാണ് ബോഡിയിൽ ഫിസിക്കലായിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ്. മേ ബി നമ്മുടെ പാൽപിറ്റേഷൻസ് വരുന്നതായിരിക്കും, ഇങ്ങനെ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ പാനിക് അറ്റാക്സ് വരുന്നതാവാം, അല്ലെങ്കിൽ നൈറ്റ് മെയർസ് ആയിട്ട് ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നതാവാം, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെ പിന്നെ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ബിഹേവിയറൽ ചേഞ്ചസ്. മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് അവോയ്ഡൻസ് ആണ്. നമ്മൾ ആ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് നടന്നാലും നമ്മളത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ മേ ബി അത് ഒരു മെമ്മറി ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ താല്പര്യപ്പെടില്ല. അതെങ്ങനെയെങ്കിലും അവോയ്ഡ് ആക്കണം എന്നുള്ള രീതിയിലുള്ള അതൊരു ഓട്ടോമാറ്റിക് ഒരു ബിഹേവിയർ ചേഞ്ച് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള റീസൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഫിസിക്കൽ ലെവലിൽ ഡാമേജ് ഉണ്ടാവുകയാണ്. ഇതൊക്കെ ആക്ച്വലി നടക്കുന്നത് നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. നേരത്തെ നടന്ന ട്രോമാറ്റിക് ഇൻസിഡന്റ് ഇനി എപ്പോഴേലും നടക്കുവാണെങ്കിൽ നമ്മളൊരു അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ചേഞ്ചസ് ഫിസിക്കൽ ലെവലിൽ നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്ത് ഉണ്ടാക്കുവാണ്, ഒരു പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെ രീതിയിലാണ് ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാവുന്നത് നമ്മുടെ അമിഗ്ഡലയിലാണ്. അമിഗ്ഡലയാണ് ഒരു അലാം സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും പെർസീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ട്രിഗർ ചെയ്യുന്നതാണ് നമ്മുടെ അമിഗ്ഡല. അമിഗ്ഡല ട്രിഗർ ആയിട്ടാണ് ബാക്കി സ്ട്രെസ് റെസ്പോൺസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ട്രിഗർ ആവുന്ന ഈ അമിഗ്ഡല ഈ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം അത് ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഫുൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഡേഞ്ചർ ചുറ്റും നടക്കണ്ടോന്ന് ഇങ്ങനെ ആക്റ്റീവായിട്ട് എപ്പോഴും അമിഗ്ഡല ഇരിക്കുവാണ്. ഈ അമിഗ്ഡല ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നാലും പെട്ടെന്ന് അത് ആക്ടിവേറ്റ് ആക്കുകയാണ്. ഇപ്പൊ മേ ബി ഒരു അന്ന് മണത്തൊരു മണമാവാം, മേ ബി അന്ന് കേട്ടൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് റിലേറ്റഡ് ആയിട്ട് ഒരാൾക്ക് ഉണ്ടായ ഒരു ഫിസിക്കൽ ഫീച്ചർ ആയിരിക്കും, മേ ബി താടിയാവാം. എന്തൊരു സംഭവമാണെങ്കിലും നമ്മൾ തന്നെ റിയലൈസ് ചെയ്യാണ്ട് നമ്മളെ ആ ഒരു സംഭവം ഒരു ട്രിഗർ പോയിന്റ് ആവുകയാണ്. അത് പിന്നെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ തിരിച്ചറിയുന്നു, ഓക്കെ ആ ഒരു ഇൻസിഡന്റ് ഇപ്പോഴും ഞാൻ റിക്കവർ ആയിട്ടില്ല, അത് ഇപ്പോഴും എന്നെ അഫക്റ്റ് ആവുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ എന്നെ ഇപ്പോഴും ട്രിഗർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീടായിരിക്കും തിരിച്ചറിയുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ ബ്രെയിനിൽ അഫക്റ്റ് ആവുന്ന വേറൊരു പോർഷനാണ് ഹിപ്പോ ക്യാമ്പസ്. ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എന്ന് വെച്ചാൽ PTSD സഫർ ചെയ്യുന്ന ആൾക്കാരിൽ ഒരു ബ്രെയിനിൽ സ്കാൻ ചെയ്തൊരു സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടുപിടിച്ചാണ് അവരുടെയൊക്കെ ഹിപ്പോ ക്യാമ്പസ് ഷ്രിങ്ക് ആയിട്ടിരിക്കുകയാണ്. ഹിപ്പോ ക്യാമ്പസിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് ഇമോഷൻസിനെയും മെമ്മറീസിനെയൊക്കെ പ്രോസസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്നു കഴിയുമ്പോൾ കുറെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവുകയാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഹിപ്പോ ക്യാമ്പസിന്റെ സെൽസിനെ അഫക്റ്റ് ആവും. അങ്ങനെ അതിന്റെ നോർമൽ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ പാസ്റ്റ് പ്രസന്റ് ഇതൊക്കെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള എബിലിറ്റി അങ്ങനെയൊക്കെ അഫക്റ്റ് ആവുകയാണ്. മേ ബി അതൊരു ഫ്രാഗ്മെന്റഡ് മെമ്മറി ആവും, അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് മെമ്മറി പോലെ, എന്താ സംഭവിച്ചതെന്ന് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ മെമ്മറീസ് ഒക്കെ കൂടി പെട്ടെന്ന് ഓർക്കുക, അങ്ങനെയൊക്കെ രീതിയിൽ സംഭവിക്കുവാണ്. അപ്പൊ ഈ ഓരോ സമയത്തും ഈ മെമ്മറി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹിപ്പോ ക്യാമ്പസിന് അത് ഇപ്പൊ നടക്കണയാണോ അത് പണ്ട് നടന്നതാണോ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഓരോ പ്രാവശ്യം ഈ മെമ്മറി വരുമ്പോൾ നമ്മുടെ അമിഗ്ഡല ട്രിഗർ ആയിട്ട് നേരത്തെ പറഞ്ഞ റെസ്പോൺസ് ഒക്കെ നടക്കുവാണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയി, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആയിട്ട് ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് നമ്മുടെ ബോഡി പോയ ആ സെയിം വഴി കൂടെ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് കൊണ്ടുപോയിക്കുവാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം ഈ ഹിപ്പോ ക്യാമ്പസ് കാരണം അമിഗ്ഡല ആക്ടിവേറ്റ് ആയി ഈ ഹിപ്പോ ക്യാമ്പസും അമിഗ്ഡലയും തമ്മിലുള്ള കണക്ഷന് സ്ട്രോങ്ങർ ആവുകയാണ്. അങ്ങനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന മെക്കാനിസം, അല്ലെങ്കിൽ നമ്മുടെ നെർവ്സിന് ഏത് പാത്വേ ആണോ ആവശ്യം എന്നനുസരിച്ച്, ഏത് പാത്വേ ആണോ സ്ട്രോങ്ങർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കണേ എന്നനുസരിച്ച് അങ്ങനെ റീവയർ ആയിട്ട് വന്ന ഒരു പ്രോസസ്സാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പൊ ആ ഒരു പ്രോസസ്സ് വഴി ഹിപ്പോ ക്യാമ്പസും അമിഗ്ഡലയും തമ്മിലുള്ള പാത്വേ സ്ട്രോങ്ങർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് PTSD ആയിട്ടുള്ള ആള്
പ്രോപ്പറായിട്ട് മേ ബി തെറപ്പി വഴിയായിരിക്കും അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ചെയ്തായിരിക്കും ആ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്തില്ലെങ്കിൽ ഡേ ബൈ ഡേ അത് വീണ്ടും വീണ്ടും ഈ ഒരു പാത്വേ സ്ട്രോങ്ങർ ആയി വീണ്ടും വീണ്ടും വേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെ അഫക്റ്റ് ആയി പെടുന്ന വേറൊരു പോർഷനാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമുക്കൊരു ലോജിക്കൽ റീസണിങ്ങും ഒരു റാഷണൽ ആയിട്ടൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സെന്റർ. അപ്പോൾ ഈ നമ്മളൊരു സ്ട്രെസ് റെസ്പോൺസിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തിച്ച് സമയം കളയാൻ സമയമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആക്കുന്നില്ല. അങ്ങനെ എപ്പോഴും ഈ ഒരു സ്ട്രെസ് റെസ്പോൺസിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പയ്യെ പയ്യെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു വഴി കൂടെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാത്രം സ്ട്രോങ്ങർ ആവും. അതുപോലെ തന്നെ നമ്മളൊരു പാത്വേ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പാത്വേ വീക്കറായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആലോചിച്ച് സമയം കളയുന്നില്ല നമ്മുടെ ബോഡി. അതുകൊണ്ട് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലോട്ടുള്ള പാത്വേ പയ്യെ പയ്യെ വീക്കറായി വന്നുകൊണ്ടിരിക്കും. ട്രോമാറ്റിക് ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിക്കാനൊന്നും അങ്ങനെ പ്രോസസ് ആക്കാനുള്ള കഴിവൊക്കെ പയ്യെ പയ്യെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഒരു ട്രോമാറ്റിക് ആയിട്ട് ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നോ ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് റിവേഴ്സും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നടക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴി തന്നെയാണ്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയൊക്കെ റീവയർ ചെയ്തോ അതൊക്കെ നമുക്ക് തിരിച്ച് റീവയർ ചെയ്യിക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും അലേർട്ടായിട്ട് ഇരുന്ന അമിഗ്ഡലനെ നമ്മൾ ഓക്കെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ചിൽ ഔട്ട് ആവ്, പ്രശ്നമൊന്നുമില്ല, സേഫ് ആണ് ഇപ്പൊ എന്നുള്ള രീതിയിലുള്ള തിരിച്ചറിവുകളും പിന്നെ നമ്മുടെ ഹിപ്പോ ക്യാമ്പസിനെ കൊണ്ട് ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ കൊണ്ട് വീണ്ടും റാഷണൽ ആയിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ട് യോഗ ഹെൽപ്പ് ചെയ്യും, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ജേർണലിംഗിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെ പയ്യെ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലുള്ള പാത്വേ സ്ട്രോങ്ങർ ആക്കാൻ പറ്റും. വീക്കറായിരുന്ന സാധനം നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ആക്കുമ്പോൾ അത് സ്ട്രോങ്ങർ ആയിട്ട് വരികയാണ്. തെറപ്പി മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ CBT ഉണ്ട്, EMDR ഉണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രോമാറ്റിക് ഇൻസിഡന്റ് നമ്മളെ കൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്യിപ്പിച്ച് നമ്മളെ തിരിച്ചു വരുത്തിക്കുവാണ്. നിങ്ങളൊരു ട്രോമാറ്റിക് ഇവന്റിൽ കൂടെ കടന്നു പോയിട്ട് ഇതുവരെ ഫീൽ ആവാത്ത ഒരാളാണെങ്കിൽ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ഞാൻ താഴെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. ഐദർ വേ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരാളാണെങ്കിലും സെൻഡ് ദിസ് നമ്പർ ടു ദം, അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക. ആസ്ക് ദം ടു വാച്ച് ദ ഫുൾ വീഡിയോ. സോ ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ. അപ്പോൾ ശരി, ഞാൻ ഈ വീഡിയോ എൻഡാക്കാൻ പോവാണ്. അപ്പോൾ ഐ നോ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്താണ് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന്. ഇറ്റ്സ് ആക്ച്വലി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര എത്താത്തപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ എടുക്കാനുള്ള മോട്ടിവേഷൻ കുറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് വീണ്ടും വീണ്ടും വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ നോക്കാം. ആൻഡ് ഫീൽ ഫ്രീ ടു ലൈക്ക് ദ വീഡിയോ, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ശരി.